എയ്ത്ത് ക്ലാസ് മലയാളം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 കനിവും കരുതലും. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ 2 കൊച്ചു ദേവദാരു. കൂട്ടുകാരെ, ഒരു ചെറിയ മരത്തിന് ഭയവും സന്തോഷവും സങ്കടവും ഉണ്ടാകുമോ? ആളുകൾ തന്നെ വെട്ടിക്കൊണ്ടു പോകുമോ എന്ന ഭയത്തിൽ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു കൊച്ചു ദേവദാരുവിൻ്റെ കഥ കേൾക്കാൻ തയ്യാറാണോ? അതേ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയ്ത്ത് ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 കനിവും കരുതലും അതിലെ ചാപ്റ്റർ 2 കൊച്ചു ദേവദാരു ആണ്. 8ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിലെ മനോഹരമായ പാഠഭാഗമാണ് കൊച്ചു ദേവദാരു. ഒരു ചെറിയ മരവും ഒരു വനപാലകനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഈ കഥയുടെ പ്രമേയം. പ്രകൃതിയെ സ്നേഹിക്കാനും മരങ്ങളെ സംരക്ഷിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കഥയുടെ സംഗ്രഹം, അതായത് കഥയുടെ സമ്മറി, പ്രധാന ആശയങ്ങൾ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യോത്തരങ്ങൾ, ആത്മകഥ വിശദമാക്കാം എന്നിങ്ങനെ എല്ലാ ഭാഗവും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഓരോ കുട്ടിയും തീർച്ചയായും കേൾക്കേണ്ട കഥയാണ് കൊച്ചു ദേവദാരു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ, പ്രതീക്ഷയുടെ കഥ, കരുതലിൻ്റെ കഥ കൂടിയാണ് കൊച്ചു ദേവദാരു. ഈ വീഡിയോയിൽ നമുക്ക് പാഠഭാഗത്തിൻ്റെ കഥാസാരം, അതേപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങൾ, പാഠത്തിൻ്റെ സന്ദേശം, കൂടാതെ പരീക്ഷയ്ക്ക് സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും, പിന്നെ ആത്മകഥ എഴുതാനുണ്ട്, വിശകലനക്കുറിപ്പ്, അനുഭവക്കുറിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വളരെ ലളിതമായിട്ട് പഠിക്കാം. ആദ്യം ഈ പാഠത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു കൊച്ചു ദേവദാരു തന്നെയാണ് പ്രധാന കഥാപാത്രം. പിന്നെ ഒരു വനപാലകൻ, പിന്നെ മാക്പൈ പക്ഷി, പിന്നെ വനപാലകൻ്റെ മക്കൾ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇനി ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കഥയുടെ ലോകത്തിലേക്ക് കടക്കാം. ഇതിലെ കഥ, ഈ ഒരു പാഠഭാഗം മുഴുവനും വായിക്കുന്നില്ല. ഈ കഥയുടെ സമ്മറി നമുക്ക് നോക്കാം. വനപാലകൻ്റെ വീടിന് മുന്നിലെ തുറന്ന സ്ഥലത്ത് ഒരു കൊച്ചു ദേവദാരു വളർന്നിരുന്നു. മഴയും വെയിലും മഞ്ഞും അനുഭവിച്ച് വളർന്ന അതിന് പക്ഷികളും ചിത്രശലഭങ്ങളും ചെറുജീവികളും കൂട്ടുകാരായിരുന്നു. അതിനാൽ അത് സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഈ സന്തോഷമൊക്കെ എപ്പോഴാണ് പോയത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? ഒരു ദിവസം ഒരു മാക്പൈ പക്ഷി, ഒരു പക്ഷിയാണ്, പക്ഷിയുടെ പേരാണ്, ഒരു മാക്പൈ പക്ഷി വന്ന് പുതുവർഷം വരുമ്പോൾ ആളുകൾ ഈ കൊച്ചു ദേവദാരുവെ വെട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടുകൂടി കൊച്ചു ദേവദാരുവിൻ്റെ മനസ്സിൽ ഭയവും ആശങ്കയും നിറഞ്ഞു. തന്നെ എപ്പോഴാണ് വെട്ടിക്കൊണ്ട് പോകുമോ? ഞാൻ ഇല്ലാതാവുമോ? എനിക്ക് ഈ പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ചെറുജീവികളുടെയും കൂടെ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെടുമോ? അങ്ങനെ പല സംശയങ്ങളും ഉണ്ടായി. ദിവസങ്ങൾ കടന്നു പോകും തോറും അതിൻ്റെ ഭയം വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡിസംബർ മാസവും മഞ്ഞ് വീഴ്ചയും ആരംഭിച്ചു. അതോടെ കൊച്ചു ദേവദാരു കൂടുതൽ വിഷമത്തിലായി. അങ്ങനെ പുതുവർഷം എന്ന് പറയുമ്പോൾ ജനുവരി 1 അങ്ങനെ എന്തു വന്നു? ഡിസംബർ 31 ഒടുവിലെത്തി. ഒരു മനുഷ്യൻ ദേവദാരുവിൻ്റെ അടുത്തേക്ക് വന്ന് അതിൻ്റെ മേലുണ്ടായിരുന്ന മഞ്ഞൊക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ദേവദാരു എന്താ വിചാരിച്ചത്? തന്നെ വെട്ടാൻ വന്നതാണെന്നാണ് ദേവദാരു കരുതിയത്. എന്നാൽ അതിനെ വെട്ടുന്നതിന് പകരം അയാൾ നിറമുള്ള അലങ്കാരങ്ങളും സ്വർണ്ണ നിറമുള്ള നക്ഷത്രങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു. അങ്ങനെ ദേവദാരു ഒരു പുതുവർഷമരമായി മാറി. വനപാലകനും മക്കളും അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. എല്ലാ വർഷവും അതേ മരം അലങ്കരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദേവദാരു തൻ്റെ ബാല്യകാല അനുഭവങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പാഠത്തിൻ്റെ സന്ദേശം എന്താണ്? നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയല്ല, അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ കടമ എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ് മലയാളത്തിലെ കൊച്ചു ദേവദാരു പാഠഭാഗ പ്രവർത്തനങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ചെറിയ മരത്തിൻ്റെ കഥയിലൂടെ ഒരു വലിയ സന്ദേശം പറയുന്ന പാഠഭാഗമാണ് കൊച്ചു ദേവദാരു. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പ്രധാന പോയിൻറ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഒരു ചെറിയ മരത്തിന് ഭയവും സന്തോഷവും സങ്കടവും ഉണ്ടാകുമോ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലേ?
എന്താണ് കൊച്ചു ദേവദാരുവിൻ്റെ ഭയവും സങ്കടവും? ആളുകൾ തന്നെ വെട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയത്തിൽ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന കൊച്ചു ദേവദാരു, അല്ലേ? അപ്പോൾ 8ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിലെ മനോഹരമായൊരു പാഠഭാഗമാണ് കൊച്ചു ദേവദാരു. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കൊച്ചു കഥയാണ്. ഇതിലെ പ്രധാന പ്രമേയം, ആശയം എന്ന് പറയുന്നത് ഒരു ചെറിയ മരവും ഒരു വനപാലകനും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ എന്താ പറയുന്നത്? പ്രകൃതിയെ സ്നേഹിക്കാനും മരങ്ങളെ സംരക്ഷിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കഥയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 8ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റീസിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കുക. ഈ വീഡിയോയുടെ ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കൊച്ചു ദേവദാരുവിൻ്റെ ലോകത്തിലേക്ക് ചോദ്യം വായിക്കാൻ പറയാം. ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, അത് നമുക്ക് നോക്കിയാലോ. എന്തെല്ലാമാണ് ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ? വനപാലകൻ്റെ വീടിന് മുമ്പിലെ തുറന്ന സ്ഥലത്ത് വളർന്ന മനോഹരമായ ഒരു കൊച്ചു മരമായിരുന്നു ദേവദാരു. മഴയിലും വെയിലിലും മഞ്ഞിലും വളർന്ന അതിന് ചുറ്റും എലികളും ചിത്രശലഭങ്ങളും പക്ഷികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാണാൻ കഴിയുന്ന സ്ഥലത്തായിരുന്നുവെങ്കിലും അത് ഒരിക്കലും ഏകാന്തത അനുഭവിച്ചില്ല. ഇനി അടുത്ത ചോദ്യം, ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ. ദേവദാരു കാട്ടിലെ മറ്റു വലിയ മരങ്ങൾക്കിടയിലല്ല, വനപാലകൻ്റെ വീടിന് മുമ്പുള്ള തുറന്ന സ്ഥലത്താണ് വളർന്നത്. അതിനാൽ അത് ഒറ്റക്കാണ് നിലകൊണ്ടിരുന്നത്. എങ്കിലും പക്ഷികളും ചിത്രശലഭങ്ങളും ചെറുജീവികളും കൂടെ ഉണ്ടായിരുന്നതിനാൽ അതിന് ഏകാന്തത തോന്നിയിരുന്നില്ല. അടുത്ത ചോദ്യം, ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാക്പൈ പക്ഷി പുതുവർഷത്തിന് ആളുകൾ അതിൻ്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ ദേവദാരു ഭയപ്പെട്ടു. തുടർന്ന് ഡിസംബർ മാസവും മഞ്ഞുവീഴ്ചയും ആരംഭിച്ചപ്പോൾ അതിന് ഭയം വർദ്ധിച്ചു. പുതുവർഷത്തിനു മുമ്പുള്ള ദിവസങ്ങൾ അത് ഏറെ ആശങ്കയോടെയാണ് കഴിഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. ഡിസംബർ 31-ാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 31-ാം തീയതി ഒരു മനുഷ്യൻ ദേവദാരുവിൻ്റെ അടുത്തെത്തി. അതിലെ മഞ്ഞ് തട്ടിക്കളഞ്ഞു. തന്നെ വെട്ടാൻ വന്നതാണെന്ന് കരുതി ദേവദാരു ഭയന്നു. എന്നാൽ അയാൾ അതിനെ വെട്ടിയില്ല. പകരം പുതുവർഷമരമായി മനോഹരമായി അലങ്കരിച്ചു. ഇത് ദേവദാരുവിന് വലിയ സന്തോഷവും ആത്മകഥ എഴുതാനാണ്. ദേവദാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു എന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നു എന്നും നിങ്ങൾക്ക് അറിയാം. കൊച്ചു ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് മാറ്റിയെഴുതും. ഞാൻ വനപാലകൻ്റെ വീടിന് മുമ്പിലെ തുറന്ന സ്ഥലത്ത് വളർന്ന ഒരു കൊച്ചു ദേവദാരു ആണ്. മഴയിലും വെയിലിലും മഞ്ഞിലും ഞാൻ വളർന്നു. പക്ഷികളും ചിത്രശലഭങ്ങളും എലികളും എൻ്റെ കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും ഏകാന്തത തോന്നിയിരുന്നില്ല. ഒരു ദിവസം ഒരു മാക്പി പക്ഷി പുതുവർഷം വരുമ്പോൾ ആളുകൾ എന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വളരെ ഭയപ്പെട്ടു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും എൻ്റെ ആശങ്ക വർദ്ധിച്ചു. ഡിസംബർ 31-ാം തീയതി ഒരു മനുഷ്യൻ എൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഭയം ഇരട്ടിയായി. എന്നാൽ എന്നെ വെട്ടുന്നതിന് പകരം അയാൾ നിറമുള്ള അലങ്കാരങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് എന്നെ പുതുവർഷ മരമായി അലങ്കരിച്ചു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ആശ്വാസവും തോന്നി. ഇന്നും ഓരോ പുതുവർഷവും വരുമ്പോൾ ആ മനോഹരമായ അനുഭവം ഞാൻ ഓർക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വിശദമാക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. വിശദമാക്കുക. കൊച്ചു ദേവദാരു എന്ന കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. വനപാലകൻ്റെ വീടിന് മുമ്പിൽ വളർന്ന ദേവദാരു വൃക്ഷത്തെ അദ്ദേഹം സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. പുതുവർഷം വരുമ്പോൾ ആളുകൾ തന്നെ വെട്ടിപ്പോകുമെന്ന ഭയത്തിൽ ദേവദാരു കഴിയുന്നു. എന്നാൽ വനപാലകൻ മരത്തെ വെട്ടിമാറ്റാതെ അതേ സ്ഥലത്ത് പുതുവർഷ മരമായി അലങ്കരിക്കുകയായിരുന്നു.
ഇതിലൂടെ പ്രകൃതിയെ നശിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള മനോഭാവമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മരങ്ങളും മറ്റു ജീവജാലങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അവയെ കരുതലോടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും കഥ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയോടുള്ള സ്നേഹവും സഹജീവികളോടുള്ള കരുണയും വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കഥയുടെ പ്രധാന സന്ദേശം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഘടന. വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചുമരം വളർന്നിരുന്നു. വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാത്തിരുന്നു. ഇങ്ങനെ 2 വാക്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അടിവരയിട്ട പദം ശ്രദ്ധിച്ചല്ലോ. അവ വേർതിരിച്ചെഴുതി നോക്കൂ. വനപാലകൻ, ഇതിനെ വേർതിരിച്ചെഴുതി എങ്ങനെയാണ്? വനത്തെ പാലിക്കുന്നവൻ. ഇനി സൂര്യവെളിച്ചം എങ്ങനെ വേർതിരിച്ചറിയും? സൂര്യൻ്റെ വെളിച്ചം. ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദഘടനയിൽ എന്തു മാറ്റമാണ് ഉണ്ടാവുന്നത് ചർച്ച ചെയ്ത് കൂടുതൽ പദങ്ങൾ കണ്ടെത്തൂ. മഴവെള്ളം, മഴയുടെ വെള്ളം. പൂന്തോട്ടം, പൂക്കളുടെ തോട്ടം. വീടുമുറ്റം, വീടിൻ്റെ മുറ്റം. കാട്ടുപക്ഷി, കാട്ടിലെ പക്ഷി. മരച്ചില്ല, മരത്തിൻ്റെ ചില്ല. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ അവ ഒരു പുതിയ പദമായി മാറുന്നു. മാത്രമല്ല വേർതിരിച്ചെഴുതുമ്പോൾ അവയുടെ അർത്ഥം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത ചോദ്യമാണ്, ലഘുലേഖ തയ്യാറാക്കാനാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക. വിഷയം പരിസ്ഥിതിയും വികസനവും. പ്രകൃതിയെ സംരക്ഷിക്കൂ, ഭാവിയെ സുരക്ഷിതമാക്കൂ. വികസനം മനുഷ്യജീവിതത്തിന് അനിവാര്യമാണ്. എന്നാൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. വനനശീകരണം, ജലമലിനീകരണം, വായുമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ പരിസ്ഥിതിക്ക് ഗുരുതരമായ ഭീഷണിയാണ്.